എപ്പോഴും ഒരു പൂച്ചക്കുട്ടിയെ കൂടെ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ അബൂ ഹുറൈറ ചെറിയ പൂച്ചക്കുട്ടിയുടെ ഉപ്പ എന്ന് വിളിച്ചത്. യമനിലെ ദൗസ് ഗോത്രത്തിലെ നേതാവായിരുന്ന തുഫൈൽ അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച കാലമാണത്. അതുകൊണ്ട് തന്നെ പുറം നാട്ടിലുള്ള ആളുകളൊന്നും ഈ പ്രവാചകനെയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയോ അദ്ദേഹത്തിൻ്റെ ഖുർആൻ സൂക്തങ്ങളോ ഒന്നും കേൾക്കരുത് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയുടെ കവാടത്തിങ്കിൽ അവർ നിന്നുകൊണ്ട് അവിടേക്ക് വരുന്ന വിദേശികളായ ആളുകളോടൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ മാരണക്കാരനായ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭ്രാന്താണ്, നിങ്ങൾ അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെയും മക്കയിലേക്ക് കടത്തി വിടുന്നത് തന്നെ. ചില ആളുകളുടെയൊക്കെ ചെവിയിൽ അവർ പരുത്തി തുണികൾ നിറച്ചു വെക്കും. കാരണം കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരതൊരിക്കലും കേൾക്കരുത് എന്ന നിർബന്ധത്തിൽ. അങ്ങനെയാണ് ഈ യമനിലെ കുപ്രസിദ്ധമായ ദൗസ് ഗോത്രത്തിലെ തലവനായിരുന്ന തുഫൈൽ ഒരു ദിവസം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇതുപോലെ പരുത്തി വെച്ചുകൊണ്ടാണ് മക്കാ മുശ്രിക്കീങ്ങളായ അബൂജഹൽ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. പക്ഷേ ഈ പരുത്തി ചെവിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കഅബയുടെ സമീപത്ത് എത്തിയപ്പോൾ അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്, ഉറക്കെ ഖുർആൻ ഓതുന്നുണ്ട്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഈ ചെവിയിൽ പരുത്തിയൊക്കെ വെച്ചിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് കേട്ട് നല്ലതാണെങ്കിൽ എനിക്കത് അറിയാമല്ലോ, പ്രായവും പക്വതൊക്കെ ഉള്ള വലിയ മനുഷ്യനാണല്ലോ ഞാൻ, അത് സ്വീകരിക്കാം. അല്ലെങ്കിൽ ഞാൻ അതൊരിക്കലും തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സ്വീകരിക്കാനും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ചെവിയിലുണ്ടായിരുന്ന പരുത്തിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ കേൾക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞതോടുകൂടെ ആ മാസ്മരീകമായ ആ ഖുർആനിക വലയത്തിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു അകപ്പെട്ടു പോവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെല്ലുന്നു, ആ ആശയാദർശങ്ങളെപ്പറ്റി ചോദിക്കുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. തിരിച്ച് അദ്ദേഹം യമനിലേക്ക് തന്നെ ചെല്ലുന്നു. അവിടെ അതേ ഗോത്രത്തിൽ നിന്ന് അനാഥനായ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനും ഈ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടുകൊണ്ട് പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഈ ആട്ടിടയനായ അനാഥനായ കുഞ്ഞ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ബിംബാരാധനകളിലൊന്നും അത്ര കാര്യമായിട്ടുള്ള ശ്രദ്ധയില്ലായിരുന്നു. കാരണം ഈ ആട്ടിടയനായിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അഥവാ ഒരുപാട് സമയം ആടുകളുമായിട്ട് മരുഭൂമിയിലൊക്കെ കഴിയുന്ന വേളയിൽ കാര്യമായിട്ടുള്ള വിനോദ സമയമൊന്നും ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ആടുകൾ തിന്നുകൊണ്ട് മേഞ്ഞു നടക്കുന്ന സമയത്ത് അവർ ഈ ആകാശത്തിലേക്കും മരുഭൂമിയുടെ അനന്തമായ വിസ്തൃതിയിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഈ ഭൂമിയുടെ സൃഷ്ടാവിനെ പറ്റിയും അതിൻ്റെ നടത്തിപ്പിനെ പറ്റിയൊക്കെ ആലോചിക്കുകയും ഏകനായ ഒരു ദൈവം അത് തീർച്ചയായും ഉണ്ടായിരിക്കണമെന്ന യാഥാർത്ഥ്യത്തിലേക്കൊക്കെ എത്തുന്ന ഒരു അനാഥനായ ആട്ടിടയനായിരുന്നു ആ കുട്ടി. ആ കുട്ടിയുടെ കൂടെ സദാസമയം ഒരു പൂച്ച ഉണ്ടായിരുന്നു. സുന്ദരനായിരുന്ന, പലപ്പോഴായിട്ട് തമാശകളൊക്കെ പറഞ്ഞിരുന്ന, എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ഒരു കുട്ടിയായിട്ടാണ് അദ്ദേഹം വളരുന്നത്. പിന്നീട് ഈ തുഫൈൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ഇസ്ലാമിക അധ്യാപനങ്ങളോടുള്ള അഭിനിവേശം കാരണം അന്ധയായിരുന്ന തൻ്റെ ഉമ്മയെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് ഇതേ അനാഥനായ ആട്ടിടയനായിരുന്ന ആ യുവാവ്. അവിടേക്ക് എത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇല്ല, ഖൈബർ യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തുഫൈൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ആ മദീനയിലേക്ക് ആദ്യമായിട്ട് എത്തി അവിടെ സുബ്ഹ് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മദീനയുടെ സമീപത്തെത്തിയപ്പോൾ തൻ്റെ അന്ധയായ ഉമ്മക്കറിയില്ല മകൻ തന്നെയും കൂട്ടി എവിടേക്കാണ് ഈ വരുന്നതെന്ന്. ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഉമ്മക്ക് മകനെയും മകൻ ഉമ്മയെയും അത്ര ഇഷ്ടമായിരുന്നു. മകൻ പറയുന്നുണ്ട്, ഉമ്മ ഞാൻ നമ്മുടെ മതം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ പുതിയൊരു മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവാചകനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് ഇവിടെ. ആ ഉമ്മ ഉടനെ ശാപവാക്കുകളാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ പറയുന്നത്. മകനെ മാത്രമല്ല, മകൻ വിശ്വസിക്കുന്ന മതത്തെയും ആ മതത്തിലെ പ്രവാചകനെയൊക്കെ ശാപവാക്കുകൾ കൊണ്ട് ശരവർഷം തീർക്കുകയാണ് ആ ഉമ്മ. മൈമൂന എന്നതായിരുന്നു ആ സ്ത്രീയുടെ പേര്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയോടുകൂടെ
ഈ യുവാവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. അബ്ദുഷംസ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അബ്ദുഷംസ് ആണെന്ന് പറയുകയും പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുഷംസ് എന്നുള്ളത് അബ്ദുറഹ്മാനാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് സദാസമയവും ഒരു പൂച്ചക്കുട്ടിയെ കൂടെ കൊണ്ടുനടക്കുന്നതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ എന്ന് ആ സ്വഹാബിയെ പേര് വിളിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഇസ്ലാമിക വിജ്ഞാന പ്രസരണ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, നമ്മളിലേക്ക് ഇന്നും ഇസ്ലാമിൻ്റെ അറിവുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ എത്തിച്ചേരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് മാറുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ തന്നെ ശപിച്ചതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ചതൊക്കെ പറയുകയാണ്. പ്രവാചകനോട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ഉമ്മ ഇതുവരെ മുസ്ലിം അല്ല, അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ് വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. ഒരുപാട് സമയം ഉമ്മയെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഉമ്മ വിളി കേൾക്കുന്നില്ല. കുളി കഴിഞ്ഞതിന് ശേഷം ഉമ്മ തൻ്റെ മകൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ആദ്യമായിട്ട് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്തിൻ്റെ വാക്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന അത്രമേൽ സുന്ദരമായിട്ട് പുലരുന്ന കാഴ്ചയാണ് നമ്മെ തേടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എത്തുന്നത്. ഉമ്മ ഷഹാദത്ത് കല്ലിം ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ വീട്ടിലേക്ക് കയറി വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതേപോലെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. നബിയെ, എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു നബിയെ, ഈ സന്തോഷം എങ്ങനെയാണ് നബിയോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. കാരണം ഉമ്മയെ അത്രത്തോളം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചിരുന്നു. അനാഥനായ തന്നെ വേദനകളൊന്നും അറിയാതെ വളർത്തിയിരുന്നത് ആ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നുണ്ട്, നബിയെ, ഞാനും എൻ്റെ ഉമ്മയും മുസ്ലിങ്ങൾക്ക് ഉമ്മത്തിന് പ്രിയപ്പെട്ടതായി മാറാൻ വേണ്ടിയിട്ട്, വിശ്വാസികളുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ വേണ്ടി നബി അങ്ങ് പ്രാർത്ഥിക്കണം. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ആ പ്രാർത്ഥനയും പടച്ചവൻ കേൾക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയ എല്ലാ മുസ്ലിങ്ങളും, എൻ്റെ എല്ലാ സഹോദരന്മാരും, അവർക്ക് എല്ലാവർക്കും എന്നെ അത്രമേൽ ഇഷ്ടമായിരുന്നു, അവരെല്ലാവരും എന്നെ അത്രമേൽ സ്നേഹിക്കുകയായിരുന്നു എന്നൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവരുടെ ചരിത്രത്തിൽ പിന്നീട് രണ്ടുപേരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് സലാം പറയുന്നു. ആദ്യം ഉമ്മയുടെ മേലിൽ സലാം അടക്കുന്നു, ശേഷം ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഉമ്മ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു ഉമ്മയുടെയും മകൻ്റെയും സ്നേഹവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല ഉമ്മയുടെ വഫാത്ത് വരെ, ഉമ്മ കാലത്ത് വളരെ പ്രായമായിട്ടുണ്ട്, ഉമ്മയുടെ വഫാത്ത് വരെ അദ്ദേഹം ഹജ്ജിന് പോകുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല. തൻ്റെ എല്ലാ സുഖങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉമ്മക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഉമ്മയുടെ വഫാത്തിന് ശേഷമാണ് തൻ്റെ വിവാഹം പിന്നീട് നടക്കുന്നത്. അഹ്ലുസുഫയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നേതാവായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ പട്ടിണിപ്പാവങ്ങളായ കുറച്ച് സഹാബത്ത്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ, സദാസമയം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പള്ളിയിൽ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഉടുക്കാൻ മറ്റു വസ്ത്രങ്ങളോ കഴിക്കാൻ മതിയായ ഭക്ഷണങ്ങളോ ഇല്ലാതെ പൊറുതിമുട്ടുന്ന കുറച്ച് മനുഷ്യർ. അവർ സദാസമയം പ്രവാചകൻ്റെ കൂടെ പള്ളിയിലാണ് താമസിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇൽമുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അറിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ മറ്റോ കൊണ്ടുകൊടുത്താൽ അത് അവരെല്ലാവരും പങ്കിട്ട് കഴിക്കുക തുടങ്ങിയ ഒരു അത്രയും പട്ടിണി പാവങ്ങളായിരുന്നു അഹ്ലുസുഫ. അവരുടെ നേതാവായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നതെല്ലാം അപ്പടി സ്വീകരിക്കാൻ വേണ്ടി, അത് നെഞ്ചിലേറ്റാൻ വേണ്ടിയിട്ട്, അത് വരുന്ന മറ്റുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇൽമിയായിട്ടുള്ള പ്രചരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രമേൽ സുന്ദരമായിട്ട് നിലനിൽക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വിശപ്പ് സഹിക്കവയ്യാതെ ആരോടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷണം കാര്യമായിട്ട് ചോദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിമാനബോധം കൊണ്ട്. ഒരിക്കൽ വളരെയധികം വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് സംശയം ചോദിക്കുകയാണ്, ഖുർആനിലെ സംശയങ്ങൾ. മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിൽ നിന്നിട്ടാണ് ഇത് ചോദിക്കുന്നത്. അങ്ങനെ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളോട് ഖുർആനിലെ സംശയം ചോദിച്ചപ്പോൾ സംശയമൊന്നുമില്ല, അബൂ ഹുറൈറ തങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ അബൂബക്കർ തങ്ങൾ ആ സംശയത്തിനുള്ള മറുപടി പറഞ്ഞു പോയി. അവസാനം വീട്ടിലെത്തുമ്പോൾ ഇന്ന് ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം എന്ന് അബൂബക്കർ തങ്ങൾ പറയുമല്ലോ എന്നൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഇതൊന്നും അബൂബക്കർ തങ്ങൾ അറിയുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചതിന് മറുപടി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടന്നുപോയി. പിന്നീട് ആ വഴി വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇതുപോലെ ഉമർ തങ്ങളോടും ഇതേ സംശയം ചോദിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവും ഇതൊന്നും അറിയാതെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ആ വഴി വരുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയോടും ഇതേ സംശയം ചോദിക്കുന്നു. ആ സംശയം കേട്ടപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അബൂ ഹുറൈറ, നിങ്ങൾക്ക് വേണ്ടത് ഈ സംശയമോ ഖുർആനിലുള്ള മറുപടിയോ ഒന്നുമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വേദന ഇപ്പോൾ വിശപ്പാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലൊന്നുമില്ല. പക്ഷേ അവിടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത് ഒരു പാത്രത്തിൽ നിറയെ പാലാണ്. പ്രവാചകൻ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ പാല് കിട്ടിയത്? അത്ഭുതമാണ്. പറയുന്നു, ഇത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്ന, നിങ്ങൾക്ക് സമർപ്പിച്ച ഒരു സഹാബി കൊണ്ടുവന്ന പാലാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും വളരെ സന്തോഷമായി ആ പാല് കണ്ടപ്പോൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കവയ്യാത്ത ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഒരു പാത്രം നിറയെ പാല് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുന്നത്. മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നിങ്ങൾ പോയിട്ട് അഹ്ലു സഫക്കാരെ മുഴുവനും വിളിച്ചിട്ട് വരൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. കാരണം ആകെ കുറച്ചൊരു പാത്രത്തിലേ പാലുള്ളൂ. അഹ്ലു സഫക്കാർ 10-70 ആളുകളുണ്ട്. അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ആർക്കും ഈ പാല് തികയുകയില്ല. താൻ എന്ത് ചെയ്യുമെന്നറിയാതെ വേദനയോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഓടുന്നത്. അവിടെയുള്ള എല്ലാ അഹ്ലു സഫക്കാരെയും വിളിച്ചിട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്നു. പ്രവാചകന്റെ വീട് മദീന പള്ളി എന്നുള്ളതും അത്ര വിദൂരത്തുള്ള സ്ഥലമല്ല, തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്. നബി വീട്ടിൽ നിന്നാണ്, അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പ്രവാചകന്റെ വീടും പള്ളിയൊക്കെ തൊട്ട് ചാരി നിൽക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് വരാൻ പറയുന്നു. 70 ആളുകളും വരുന്നു. ഓരോരുത്തർക്കും കൊടുക്കാൻ പറയുന്നു. ഒരാൾക്ക് കുടിപ്പിക്കുന്നു, അയാൾ വയറ് നിറയെ കുടിക്കുന്നുണ്ട്. അതിനുശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നോട് കുടിക്കാൻ പറയുമോ എന്ന് വിചാരിച്ചിട്ട് നബിയുടെ മുഖത്തേക്ക് നോക്കും. നബി അടുത്ത ആൾ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 70 ആളുകളും പാല് കുടിച്ചു കഴിഞ്ഞിട്ടും അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ ആദ്യത്തെ അതേ അളവിൽ പാൽ അവശേഷിക്കുന്നത് കണ്ടിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു മുഅ്ജിസത്തായിരുന്നു അത്. ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആ പാത്രവുമായിട്ട് വരുമ്പോൾ നബി അബൂ ഹുറൈറ തങ്ങളോട് പാല് കുടിക്കാൻ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തനിക്ക് മതിയാവോളം പാല് കുടിക്കുന്നു. വീണ്ടും പ്രവാചകൻ കുടിക്കാൻ പറയുന്നു. വീണ്ടും കുടിക്കുന്നു. അങ്ങനെ മുഴുവനായിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ പാല് കുടിക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായ അഹ്ലു സ്വഫയെ ബന്ധപ്പെട്ടുകൊണ്ട്, അബൂ ഹുറൈറയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനാവും. അഹ്ലു സ്വഫക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആദ്യത്തെ ഈന്തപ്പന കൊല അവരുടെ തോട്ടത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്ക് കൊണ്ടുകൊടുക്കും. അല്ലെങ്കിൽ ആദ്യത്തെ പാല്, അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രവാചകന് ഇതുപോലെ കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ മദീന പള്ളിയിലേക്ക് എത്തും. അതെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്ക് വീതം വെച്ച് നൽകുകയാണ്. അതൊന്നും പ്രവാചകൻ എടുക്കുന്നില്ല. മാത്രമല്ല ഇശാ ശേഷം നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമ്പന്നരായ അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണമുള്ള സഹാബിമാരൊക്കെ ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ചില ആളുകൾ ഒരാളെ കൊണ്ടുപോകുന്നു. അഹ്ലു സുഫക്കാരായ പട്ടിണി കിടക്കുന്ന സ്വഹാബത്തിനെ സമ്പന്നരായ സ്വഹാബത്ത് ഓരോരുത്തർ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചില ആളുകൾ ജാഫർ റളിയല്ലാഹു അൻഹു ഒക്കെ 10-20 ആളുകളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ പലരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ദരിദ്രരായ സ്വഹാബത്തൊക്കെ ഒരാളുകളൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും അന്ന് രാത്രി ഭക്ഷണമായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവാചകന്റെ അവസ്ഥ മാറ്റമൊന്നുമില്ല. പ്രവാചകൻ തൻ്റെ വയറ്റിൽ കെട്ടിയ കല്ലൊന്ന് മുറുക്കി കെട്ടിയിട്ട്, അല്ലെങ്കിൽ 2 കല്ല് കെട്ടിയിട്ടുണ്ടെങ്കിൽ 1 കല്ല് അഴിച്ചു വെച്ചിട്ട് വീണ്ടും നിസ്കരിക്കാൻ നിൽക്കുകയും അങ്ങനെ പട്ടിണി പാവമായിട്ട് ജീവിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വയറ് വിശപ്പിനാൽ എരിയുമ്പോഴും അപരൻ്റെ പാത്രം നിറക്കാൻ വേവലാതിപ്പെടുന്ന പ്രവാചകനെയാണ് ആ ചരിത്രത്തിലുടനീളം നമ്മൾ വായിച്ചെടുക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വഴിയിലൊക്കെ അദ്ദേഹം ബോധം കെട്ടിട്ട് വീഴുന്നുണ്ട്. സ്വഹാബത്ത് എല്ലാവരും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തു പറ്റിയ അബൂ ഹുറൈറ, വല്ല അസുഖവുമുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, എനിക്ക് അസുഖമൊന്നുമില്ല,
എൻ്റെ അസുഖം വിശപ്പാണ്, വിശപ്പ് കാരണമാണ് ഞാൻ ബോധം കെട്ടിട്ട് വീണിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ ബോധം കെട്ടിട്ട് എത്രയോ തവണ മദീന പള്ളിയിൽ അബൂ ഹുറൈറ തങ്ങൾ വീഴുന്നുണ്ട്. അത്രയും വിശപ്പ് സഹിക്കാനാവാതെ അത്രയും ദരിദ്രനായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തെ മറ്റുള്ള സ്വഹാബിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ചരിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി തീർക്കുന്ന മനോഹരമായ ഒരു സംഭവം നടക്കുന്നത് ഒരു രാത്രിയിലാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്തിൻ്റെ മുതലുകൾ ബൈത്തുൽ മാലൊക്കെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അങ്ങനെ സക്കാത്തിൻ്റെ മുതലുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയൊരു ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു രാത്രി അദ്ദേഹത്തെ അവിടെ നിർത്തുകയാണ്. ആ സമയത്ത് ദരിദ്രനായ വൃദ്ധനായ ഒരാൾ അവിടേക്ക് എത്തുകയും അതിൽ നിന്ന് അബൂ ഹുറൈറ തങ്ങൾ കാണാതെ കുറച്ച് ഈത്തപ്പഴമൊക്കെ കട്ടെടുത്തിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ അദ്ദേഹത്തെ പിടിക്കുന്നു, പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളനെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനിരിക്കുമ്പോൾ ആ വൃദ്ധനായ ദരിദ്രനായ മനുഷ്യൻ അബൂ ഹുറൈറ തങ്ങളോട് കേണപേക്ഷിക്കുകയാണ്, നിങ്ങൾ എന്നെ വെറുതെ വിടണം, എൻ്റെ വീട്ടിൽ മക്കൾ വിശന്നിട്ട് കരയാണ്, കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വേവലാതികൾ മുഴുവനും ബോധ്യപ്പെടുത്തിയപ്പോൾ കരുണാവാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിടുകയാണ്. പിറ്റേന്ന് സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പ്രവാചകൻ അബൂ ഹുറൈറയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇന്നലെ കണ്ട കള്ളൻ്റെ കഥ എന്തായി? അത്ഭുതപ്പെട്ടു പോവുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് നബി അതറിഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ദരിദ്രനാണ്, മക്കൾ പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. നബി പുഞ്ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഇന്നും വരും. അന്ന് രാത്രിയും പതിവ് പോലെ വരുന്നു. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു വെക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കൊരു മോചനവുമില്ല, നബിയുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം കരഞ്ഞ് കാല് പിടിക്കുകയാണ്. പട്ടിണി സഹിക്കാൻ വയ്യായിട്ടാണ്, മക്കൾ വിശന്ന് കരയുകയാണ് എന്ന് പറയപ്പോൾ അലിവ് തോന്നിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നും അദ്ദേഹത്തെ വെറുതെ വിടുന്നു. സുബ്ഹ് നമസ്കാരത്തിന് ചെല്ലുമ്പോൾ പ്രവാചകൻ പതിവ് പോലെ ചോദ്യം ആവർത്തിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിനും മറുപടി പറയുന്നു. ഇന്നും അദ്ദേഹം വരുമെന്ന് പറയുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും പിന്നിടുന്നു. അന്നും അതുപോലെ ആ വൃദ്ധനായ മനുഷ്യനെ വന്നിട്ട് ഈത്തപ്പഴമൊക്കെ ആയിട്ട് എടുത്തു പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയാണ്. ആ സമയത്ത് ആ വൃദ്ധൻ പറയുന്നു, ഇനി ഞാൻ വരികയില്ല, ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അറിവ് എന്ന് കേൾക്കേണ്ട താമസം കാതുകൾ കൂർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അറിവ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചൊല്ലിക്കൊടുക്കുന്നത് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഈ ആയത്തുൽ കുർസിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് ശൈത്താനിൽ നിന്നുള്ള ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ആ വൃദ്ധനായ മനുഷ്യൻ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നത്. അടുത്ത ദിവസം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി എത്തുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വദ്ദഖ വഹുവ കദൂബ്, അദ്ദേഹം സത്യം പറഞ്ഞു, പക്ഷേ അദ്ദേഹം വലിയ കളവ് പറയുന്ന ആളാണ് എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ മുൻപൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കട്ടെടുത്ത് പോയിരുന്നത് ശൈത്താനാണ്. ആ ശൈത്താൻ തന്നെയാണ് അവരിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയത്തുൽ കുർസി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അധ്യാപനവും അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടത്തുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 4000-ലധികം ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഒരു ദിവസം പരാതിയുമായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. നബിയെ, ഹദീസുകളൊക്കെ ഒരുപാട് അങ്ങയോടൊപ്പം നിന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷേ ഞാൻ അതെല്ലാം മറന്നു പോവാണ് നബിയെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ അടുത്തേക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽവിരിപ്പ് ഊരിയിട്ട് അവിടെ നിലത്ത് വിരിക്കുകയും പ്രവാചകൻ ഇങ്ങനെ അങ്ങത്തിലൂടെ പുറത്തു നിന്ന് എന്തൊക്കെയോ കോരി അതിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അതെടുത്തിട്ട് മേലിൽ വിരിക്കാൻ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ വിരിപ്പെടുത്തിട്ട് മേലിൽ വിരിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു ഹർഫ് പോലും ഞാൻ മറന്നിട്ടില്ല. ഹദീസുകൾ ക്രോഡീകരിക്കുന്ന സമയത്തോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഹദീസിൻ്റെ ഒരു ഹർഫ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല, ഞാനത് മറന്നു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 4000-ലധികം ഹദീസുകളൊക്കെ ഒരാൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? അത് അത്രയും കാലത്തിന് ശേഷം വീണ്ടും ഓർമ്മയോടെ പറയാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥനയും പ്രവാചകൻ്റെ വലിയ മോജിസത്തായിട്ട് അല്ലെങ്കിൽ കഴിവായിട്ടൊക്കെയാണ് ഈ ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവത്തെ, ഈ ഹദീസ് ബന്ധപ്പെട്ടുള്ള സംഭവത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷവും
മദീന പള്ളിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ഹൽക്കുകൾ തുറന്നു പോന്നിരുന്നു എന്നുള്ളതാണ്. നേരം വെളുത്തു രാത്രിയാവുമ്പോൾ എന്ന അവസ്ഥയിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ തടിച്ചുകൂടിയ സ്വഹാബികൾക്കും താബിയങ്ങൾക്കൊക്കെ പ്രവാചകന്റെ ഹദീസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെയും ഒരു ഹർഫ് പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയിൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മനോഹരമായ സംഭവം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഉപദേശങ്ങൾ അബൂ ഹുറൈറ തങ്ങൾക്ക് നൽകുന്നുണ്ട്. നമ്മളും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട 3 ഉപദേശങ്ങളാണ്. അതിലൊന്ന്, മാസത്തിൽ 3 തവണയെങ്കിലും സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ഉപദേശം. രണ്ടാമത്തത് 2 റക്അത്തെങ്കിലും ദുഹ നിസ്കരിക്കുക. മൂന്നാമത്തത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കുക. 3 ഉപദേശമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾക്ക് നൽകുന്നത്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്, ഞാൻ മരിക്കുന്നത് വരെ ആ ഉപദേശം എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് പ്രവർത്തിക്കുമായിരുന്നു. ദുഹാ നിസ്കാരവും വിത്തർ നിസ്കാരവും മാസത്തിൽ 3 ദിവസമെങ്കിലും സുന്നത്ത് നോമ്പും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മറ്റൊരു വേളയിൽ അബൂ ഹുറൈറ തങ്ങളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 ഉപദേശം നൽകുന്നുണ്ട്. ആ 5 ഉപദേശങ്ങളിൽ നിന്ന് ഒന്നാമത്തേത്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല ആളായിട്ട് നീ മാറും എന്നതാണ് അബൂ ഹുറൈറ തങ്ങളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കാര്യങ്ങളിൽ നീ തൃപ്തനാവുക എന്നുള്ളതാണ്. അപ്പോൾ നീ മനുഷ്യരിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ കാര്യം, നിൻ്റെ അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക. ഈ ഉപദേശങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ജീവിതത്തിലും പുലർത്തേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളെ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇത് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നിങ്ങളത് നൽകാൻ, അതുപോലെ കൈമാറാനും നിങ്ങളും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സമ്പൂർണ്ണ മുസ്ലിമായി തീരും എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട്, അധികമായിട്ട് നിങ്ങൾ ചിരിക്കരുത് എന്നുള്ളതാണ്. അധികമായിട്ട് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ കഠിനമാക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, അധികമായി പൊട്ടിച്ചിരിച്ചാൽ അത് നിങ്ങളുടെ അറിവുകളെ നിങ്ങൾ തുപ്പിക്കളയുന്നത് പോലെയാണ് എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസും നമ്മൾ ഈ വേളയിൽ ഓർത്തു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഉമ്മയുടെ വേർപാടിന് ശേഷമാണ് പിന്നീട് മദീനയിൽ താൻ നോക്കിയിരുന്ന, താൻ ആട്ടിടയനായിട്ട് ജീവിച്ചിരുന്ന അതേ ആ യജമാനയായ സ്ത്രീയെ ഇവർ വിവാഹം കഴിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ ആട്ടിടയനായിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ആ അതേ ഉടമസ്ഥയാണ് പിന്നീട് അബൂ ഹുറൈറ തങ്ങളെ വിവാഹം കഴിക്കുന്നതും പിന്നീട് അവർക്ക് മക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ മകളും ഈ ഭാര്യയും ഇവർ അബൂ ഹുറൈറ തങ്ങളൊക്കെ രാത്രി മാറി മാറി നിന്ന് നമസ്കരിക്കുന്ന മനോഹരമായ സംഭവങ്ങളും ചരിത്രമൊക്കെ നമ്മൾ അബൂ ഹുറൈറ തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വിയോഗശേഷമെല്ലാം അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇമാമായിട്ട് നിൽക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ് വാസ്തവം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഇമാമത്തിനെല്ലാം അവിടെ മുന്നിൽ നിൽക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. യമാമ, യർമുക്ക് യുദ്ധങ്ങളിലെല്ലാം ധീരമായ പോരാട്ട വീര്യങ്ങളുമായിട്ട് പോർക്കളത്തിൽ പടപൊരുതുന്ന അബൂ ഹുറൈറ തങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. സാധാരണ ഓരോ സഹാബിമാർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. നമ്മൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനൊക്കെ നമ്മൾ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ സീരീസിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒന്നും അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ കാര്യമായിട്ടുള്ള ഇൽമി പ്രസരണ വേളയിലൊന്നും അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പോർമുഖങ്ങളിലാണ്. പക്ഷേ അബൂ ഹുറൈറ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹദീസുകൾ, 4000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അബൂ ഹുറൈറ തങ്ങളാണ്. മാത്രമല്ല, യർമുക്ക്, യമാമ തുടങ്ങിയ യുദ്ധപോർമുഖങ്ങളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന അബൂ ഹുറൈറ തങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബഹ്റൈനിലെ ഖലീഫയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ബഹ്റൈനിലെ ഗവർണറായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നത് ഈ അബൂ ഹുറൈറ തങ്ങളെയാണ്. മാത്രമല്ല, മദീനയിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂടെ അബൂ ഹുറൈറ തങ്ങൾ ഒരുപാട് സമയം കളിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ കളിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരായിട്ട് ഒളിച്ചു കളി കളിക്കുക എന്നുള്ളതൊക്കെ അബൂ ഹുറൈറ തങ്ങളുടെ പ്രിയപ്പെട്ട വിനോദ
വിനോദങ്ങളിൽ ഒന്നായിരുന്നു. അവരോട് കൂടുതൽ സമയം കളിക്കുക, അവരോട് തമാശ കളിച്ചിരികളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുക, അതേസമയം അവർക്ക് ഇൽമിയായിട്ടുള്ള ഉത്ബോധനങ്ങൾ ആ വേളയിൽ നൽകുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങളായിട്ട് ചരിത്രകാരന്മാർ എണ്ണുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഫിത്നകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണത്. ആ ഫിത്നയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പ്രതിരോധമായിട്ട് നിൽക്കുന്നത് അബൂ ഹുറൈറ തങ്ങളായിരുന്നു. ഒരു ദിവസം മാർക്കറ്റിലേക്ക് ചെന്നുകൊണ്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരം അവിടെ പള്ളിയിൽ വെച്ചിട്ട് വീതിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഉടനടി അവിടെ കൂടിയിരിക്കുന്ന സ്വഹാബത്ത് എല്ലാവരും അവർ ചെയ്യുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പള്ളിയിലേക്ക് ഓടി ചെല്ലുകയാണ്. പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഒരു ഭാഗത്ത് ഖുർആൻ ക്ലാസ്, ഒരു ഭാഗത്ത് ഹദീസ്, ഒരു ഭാഗത്ത് തഫ്സീർ, അങ്ങനെ പല ശാഖകളായി നിന്നുകൊണ്ടുള്ള പള്ളിയുടെ പല ഭാഗത്തും ഇൽമിയായിട്ടുള്ള ഹൽക്കകളും ചർച്ചകളൊക്കെയാണ് ഈ ആളുകൾ കാണുന്നത്. ഉടനടി അവർ അബൂ ഹുറൈറ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. നബിയുടെ അനന്തരം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്നാണ് അവർ പരാതി പറയുന്നത്. ഉടനടി അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അവിടെ നിങ്ങൾ ഖുർആനിൻ്റെ ക്ലാസ് കണ്ടില്ലേ? അവർ പറയുന്നു, അതെ. ഹദീസിൻ്റെ ക്ലാസ് കണ്ടില്ലേ? തഫ്സീറിൻ്റെ ക്ലാസ് കണ്ടില്ലേ? മറ്റു പല വിജ്ഞാന ശാഖകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടില്ലേ? അത് തന്നെയാണ് അമ്പിയാക്കളുടെയും പ്രവാചകന്മാരുടെയൊക്കെ അനന്തരം. ആ ഇൽമ് നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ വേളയിൽ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും, മരണവേദനയിൽ പ്രാണവേദനയിൽ പടഞ്ഞു മരിക്കാൻ കിടക്കുമ്പോൾ പോലും പല സ്വഹാബിമാരും താബീകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടിയിട്ട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അത്രയും ബുദ്ധിമാനായ സ്വഹാബിയായിട്ടാണ് അബൂ ഹുറൈറ തങ്ങളെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. 78 വയസ്സായിരുന്നു വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെയൊക്കെ പോലെ മഹത്തരമായ ബുദ്ധിശക്തിയും അറിവുകൾ ഒരുപാട് ശേഖരിക്കാനും അത് പകർന്നു കൊടുക്കാനൊക്കെയുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.